ഉപ്പുപാടങ്ങളിൽ നിന്നും കോരിയിട്ടിരിക്കുന്ന ഉപ്പിൻ്റെ വെൺശോഭ വെയിലേറ്റങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. ഇത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ കാഴ്ചകളാണ്. എന്താ പേരെന്നെ? സ്റ്റേ ചെയ്യാണ്. തമിഴൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥകളാണ് ഈ ഉപ്പുപാടങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത്. എന്നെ ഇതിന് പേര് ചൊല്ലുന്നത് എന്താ? ഇത് ഈ പാടത്തിന് രാമനാഥപുരം ഇങ്ങ ഉപ്പളങ്ങൾ ഒരുപാട് ഇരിക്കുതാ ഇങ്ങ ഫുള്ളാ ഇരിക്ക KV சால்ட்டா நீங்க பாக்கெட் பண்ணிருக்குது அல்ல பாக்கெட் இங்க மார்க்கெட்ல பண்ணது பண்ண முடியாது. അടി മിക്സ് ചെയ്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത കറുപ്പസ്വാമിയുടെ 15 ഏക്കറിലെ KV സാൾട്ടിന്റെ വിജയഗാഥയാണിത്. 15 ഏക്കറിൽ നീങ്ക ചെയ്യുന്നുണ്ട്. പ്രോസസ്സൊക്കെ എത്ര നാളെടുക്കും இந்த ഉപ്പ് പ്രോസസ്സൊക്കെ? 45 ഡേയ്സാ? 45 days ഇതാവും. കണ്ടിന്യൂ ഡെയിലി 1 ടൺ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടോ? ഒരു ഇതിൽ வந்து 3 ടൺ 3 ടൺ ഓരോ പ്രാവശ്യം. നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. മനുഷ്യ സംസ്കാരത്തിൽ എപ്പോഴോ നമ്മോടൊപ്പം കൂടിയ ഉപ്പിൻ്റെ സ്വാദ്. அதில் வந்து தண்ணி சப்ளை எல்லாம் பண்ணிவிட்டு டிகிரி கம்ப்ளீட்டாக ஒன்றா மாறி அது டிகிரி வந்து அதாவது ஒரு பாத்தியில் வந்து வரும்போது அந்த மேலில் இருந்து 1 to 1 அப்படி 1/1 வரும். வரும்போது அந்த டிகிரி வந்து ஒரு நாள் 8, 9, 10, 11, 12, 24 வரைக்கும் வரும். 24 வரும்போது சாப்பாட்டுக்கு நல்லா இருக்கும். சால்ட் லாஸ்ட் வந்து சாப்பாடு ഏറ്റവും അടിയിലേക്ക് എത്തുമ്പോൾ ആമാം അത് வந்து செகண்ட் குவாலிட்டி. அது வந்து கெமிக்கல் அந்த மாதிரி சாப்பாட்டுக்கு இந்த ஒயிட்டாக அது இது எல்லாமே வந்து ശുദ്ധമായ വെളുത്ത ഉപ്പ് ഉണ്ടാക്കിയെടുക്കുക ശ്രമകരമായ ജോലിയാണ്. 24 പരം ഉപ്പളങ്ങളിലൂടെ അരിച്ചെത്തുന്ന ലവണാംശമുള്ള വെള്ളം വെയിലേറ്റ് ഉപ്പ് വരലുകൾ ആകുന്നു. இப்போ கிலோ என்ன விலை இருக்கு உப்பு? இது வந்து டன்னுனா டன்னுனா 4,500. எங்கேக்கு இது எக்ஸ்போர்ட் ചെയ്യുന്നത്? இங்கே കയറ്റുമതി എക്സ്പോർട്ട് வந்து മാലദ്വീപ്. ഓഹോ, തൂത്തുക്കുടി ടു മാലദ്വീപ്. തൂത്തുക്കുടിയ മെയിൻ സെന്റർ ഉപ്പ് சொந்த ஊர் தூத்துக்குடி. பிளேஸ் வந்து நான் வந்து தமிழ்நாடு டூரிസം டிபார்ட்மெண்ட்டில் டிஸ்ட்ரிக்ட் ஆஃபீஸர். ഇതാണ് മുത്തു, KV സാൾട്ട് കമ്പനിയിലെ ജോലിക്കാരൻ. എങ്ങനെ ഉപ്പ് ഉണ്ടാക്കുന്നത്? ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്? இது நாங்கள் அங்கே இருந்து மோட்டர் பம்பிங் பண்ணி மோட்டர் தெப்பத்தில் ஒவ்வொரு தப்பமாக விட்டு வரும். ஒரு தப்பாக விட்டு வந்து கடல் தொட்டா இப்போ அந்த தொட்டா அங்கே கடல் தொட்டதானே? கடல் தண்ணி கிடையாது. கடல் അങ്ക கடல் இங்கே இருக்கு. ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം ഉപ്പ് വെള്ളം എടുക്കും. മോട്ടർ വെച്ചടിക്കും. മോട്ടർ അടിച്ചെടുப்போம். எடுத்து அங்கேருந்து நேரம் கொண்டு வந்து இந்த தொட்டான கொண்டு வருவோம். தொட்டான கொண்டு வந்து பாத்திக்கு விட்டுருவோம். அது 8 நாள் கழிச்சு இந்த உப்பை எடுப்போம், கொத்தி வாருவோம். கொத்தி வாரி இது கரைக்கு சேர்ப்போம். அதுக்கப்புறம் ஆளை கொண்டு மேலே அள்ளி ஏற்றுவோம். കമ്പനികൾ அப்படியே கொடுக்கலாம் சாப்பாடு. சுத்தமாக இருக்கும். அடிச்சாக்க சுத்தமாக இருக்கும். 8 நாளைக்கு ஒரு 8 നാൾക്ക് ഉപ്പാവും. നല്ല വെയിൽ വേണം അല്ലേ? வெயில் வேணும். ഇങ്ങ മഴയില്ല, மழை கிடையாதுங்க. ഇങ്ങ கிடைக்காது. அப்போ மாதம் பெய்யும். അടുത്ത മാസം. അപ്പൊ ഇത് നിൽക്കും. അതുപോലെ നിൽക്കും. ഇത് ഉപ്പ് ഇവിടുന്ന് കയറ്റി അയക്കുകയാണോ? ഉപ്പ് വെച്ച് കൊടുത്തുപോകും. എങ്കേക്ക് പോവും? മാർക്കറ്റാ? മാർക്കറ്റ് എല്ലാ പോകും. ഉണ്ടോ? കേരളാവിലേക്ക് പോകുന്നുണ്ട്? എല്ലാ നാട്ടിലും പോകും. ഇത് വളരെ ശുദ്ധമായ ഉപ്പ് തന്നെ? சுத்தமான உப்பு. அங்கே கம்பெனிகள் இதில் வந்து ஐடிங் போட்டு சேர்ப்பாங்க. பாக்கெட்டில் போட்டாங்க ஐடிங் கலப்பாங்க உப்பு கூட. വലിയ തോതിൽ ഉപ്പ് ലവണാംശം കലർന്ന വെള്ളം കുഴൽക്കിണർ വഴി ഉപ്പളങ്ങളിലേക്ക് അടിച്ചു കയറ്റുന്നു. നിശ്ചിത ഇടവേളയിൽ ഒരു തളത്തിൽ നിന്നും മറ്റൊരു തളത്തിലേക്ക് വെള്ളത്തെ ഒഴുക്കി പ്രക്രിയ തുടരുന്നു. ഭക്ഷണയോഗ്യമായ ശുദ്ധമായ ഉപ്പ് ഏറ്റവും അവസാനത്തെ തളത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ പ്രക്രിയയിൽ വെയിൽ ഒരു നിർണായക പങ്കുവഹിക്കുന്നു.
ഹൈപ്പോതൈറോയിഡ് രോഗികളിൽ അയഡിൻ സപ്ലിമെൻ്റ് ശുപാർശ ചെയ്യാറില്ല. കടൽ വിഭവങ്ങളിൽ അയഡിൻ ലഭ്യമായതിനാൽ അയഡിൻ ചേർക്കാത്ത ഉപ്പ് ഇത്തരം രോഗാവസ്ഥയിൽ ആശ്വാസപ്രദമാണ്. കറുപ്പുസ്വാമിയുടെ ഉപ്പുപാടത്തു നിന്നും ആവശ്യമായ തോതിലുള്ള ഉപ്പ് കൊറിയർ വഴിയും ലഭിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി ഒക്കെ കിടക്കുമോ ഇങ്ങനെ കൊറിയർ ചെയ്യാ? എത്ര ക്വാണ്ടിറ്റി? எவ்வளவு உப்பு நீங்க எவ்வளவு கேக்கீங்களோ நான் இப்போ சொல்லிறேன் 9688 22 0201 കഠിനാധ്വാനിയായ ഈ മനുഷ്യൻ്റെ മറ്റൊരു സ്നേഹത്തിൻ്റെ മുഖം കൂടി കാണാനായി പിന്നീട് ഞങ്ങൾക്ക്. ഉപ്പ് വെറുതെ കൊടുക്കാൻ പാടില്ലത്രേ. തുച്ഛമായ ഒരു തുക വാങ്ങി കറുപ്പസ്വാമി ഒരു ചാക്ക് ഉപ്പ് ഞങ്ങളുടെ വണ്ടിയിൽ വെച്ച് തന്നപ്പോൾ തമിഴ് സംസ്കാരത്തിൻ്റെ ആതിഥ്യ മര്യാദ ഞങ്ങളെ ഒരിക്കൽ കൂടി വിസ്മയിപ്പിച്ചു.